ഹായ് ഹലോ. അപ്പം ഇന്നത്തേത് ഒരു യാത്രയാണ്. അതിരാവിലെ ഞാനും നിരഞ്ജനയും കൂടി ഞങ്ങളുടെ വീട്ടിൽ നിന്നും തൂത്തുക്കുടിയിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പം ഞങ്ങൾ കാറിലാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഇന്നത്തെ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഞങ്ങൾ നിരഞ്ജനയ്ക്ക് ഒരു സാരി മേടിക്കാനുള്ള ഒരു പോക്കാണ് കേട്ടോ തൂത്തുക്കുടിയിലേക്ക്. കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സാരി മേടിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഇന്ന് പോണതിൻ്റെ മെയിനായിട്ടുള്ള കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ ചൊവ്വാഴ്ച ദിവസം അവധിയായിരുന്നു കേട്ടോ, ലോക്കൽ ഹോളിഡേ ആയിരുന്നു. അപ്പം കീർത്തനയ്ക്ക് പോവണ്ടായിരുന്നു. അപ്പോൾ കീർത്തനയും ഞാനും സാറും എല്ലാവരും അവൈലബിൾ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു ഈ ചൊവ്വാഴ്ച. അപ്പം അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ പോയത് കേട്ടോ. അപ്പം ഞങ്ങൾ ഈ അതിരാവിലെ ഇറങ്ങിയതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു 10 മണിയോട് കൂടി നമുക്ക് തൂത്തുക്കുടിയിലെത്തിയാൽ നമുക്ക് വീട്ടിൽ ചെന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് ഡ്രസ്സ് മേടിക്കാനായിട്ട് ഇറങ്ങാമായിരുന്നു കേട്ടോ. അപ്പം അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഈ രാവിലെ ഇറങ്ങിയത് കേട്ടോ. അപ്പം ഞങ്ങളൊരു 3 മണി ആയപ്പോഴാണ് ഇറങ്ങിയത്. അപ്പം ആദ്യമൊക്കെ ഞാൻ ഓട്ടിച്ചു. അപ്പോൾ അതിനുശേഷം നിരഞ്ജനയ്ക്ക് വോമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ മുട്ടായൊക്കെ മേടിച്ചിട്ട് അതും കഴിച്ചാണ് കേട്ടോ ഈ പോക്ക്. അപ്പം നമ്മൾ ഇപ്പം മുട്ടായി കഴിക്കുന്നത് തന്നെ 4 മണിയോടുകൂടിയാണ് കേട്ടോ. അപ്പം നേരം വെളുത്ത് ഉടനെ 4 മണിയോടുകൂടി മുട്ടായും കഴിച്ച് നടക്കുന്ന ഒരമ്മയും മകളും. ഓക്കെ. അപ്പം നമ്മളിങ്ങനെ ടെൻഷനൊന്നും ഇല്ലാതെ എത്ര രാവിലെ വേണമെങ്കിലും നമ്മൾ ഇറങ്ങിപ്പോകുന്നതിൻ്റെ മെയിൻ കാരണം എന്താ, ഈ കാണുന്ന ഈ റോഡുകളാണ് കേട്ടോ. ഇത്രയും നല്ല അടിപൊളി റോഡുകൾ കേരളത്തിലല്ലാതെ വേറെ ഇടത്തില്ല കേട്ടോ. പണ്ട് പുളിയറ ഇറങ്ങുന്നത് വരെയായിരുന്നു നല്ല റോഡ്. പക്ഷേ ഇപ്പം തെങ്കാശി എല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ബൈപ്പാസ് നല്ല അടിപൊളിയാക്കി ഇട്ടിട്ടുണ്ട് കേട്ടോ. തിരുനെൽവേലി തെങ്കാശി ബൈപ്പാസ്. അപ്പം അതും നല്ല സൂപ്പറാണ് കേട്ടോ. നമുക്ക് ഓടിച്ചങ്ങ് പോകാം, നമ്മളൊന്നും ചിന്തിക്കണ്ട കേട്ടോ. അപ്പോൾ ഇത് പുളിയറയിലുള്ള ഒരു ടീ സ്റ്റാളാണ്. അപ്പം അവിടെ കയറി ഞങ്ങൾ ഈ ഒരു ബോണ്ട വാങ്ങിച്ചു. നിരഞ്ജനയ്ക്ക് അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഈ ബോണ്ടയ്ക്ക് ഇച്ചിരി പുളി ഉണ്ടായിരുന്നു, എന്തോ മാവ് ഇച്ചിരി പുളിച്ചെങ്ങാണ്ട് പോയിരുന്നു. അതുകൊണ്ട് നിരഞ്ജന പിന്നെ കഴിച്ചില്ല. പക്ഷേ ഞാൻ കഴിച്ചു, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പം ചായയും ബോണ്ടയൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ നമ്മളുടെ യാത്ര കേട്ടോ. ദാണ്ട് ഇപ്പോൾ നമുക്ക് ഏകദേശം നമ്മൾ നേരമൊക്കെ വെളുത്ത് തുടങ്ങിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ദാണ്ടേ നമ്മുടെ തൂത്തുക്കുടി തിരുനെൽവേലി ബൈപ്പാസിലാണ് കേട്ടോ. അപ്പം ഞാൻ ഈ കാണിക്കുന്നത് കണ്ടു മഞ്ഞ് മൂടി കിടക്കുകയാണ്. പണ്ടൊക്കെ ഇവിടെ എന്ന് പറഞ്ഞാൽ ചൂട് കാരണം നമുക്ക് ഭയങ്കര പാടാണ് യാത്ര ചെയ്യാൻ. പക്ഷേ ഇവിടെ ഇപ്പോഴെന്ന് പറഞ്ഞാൽ നല്ല മഞ്ഞാണ് കേട്ടോ സദാസമയവും. ചൂടില്ല എന്നല്ല, ചൂടുണ്ട്, പക്ഷേ തണുപ്പും ഉണ്ട് ഇപ്പോൾ കേട്ടോ. അപ്പം നമുക്ക് സഹിക്കാൻ പറ്റുന്ന ചൂടേ ഇപ്പം നമുക്ക് തൂത്തുക്കുടിയിലായാലും അനുഭവിക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സൂര്യനൊക്കെ കത്തി നിൽക്കുന്നുണ്ട്, വെയിലും ഒക്കെ ഉണ്ട്, പക്ഷേ മഞ്ഞും ഒക്കെ ഉണ്ട് കേട്ടോ. ആര് കണ്ടാന്ന്? നമ്മൾ തന്നെ കണ്ടോ, ബീച്ച് കണ്ടു ഗെയ്സ്. കാണാൻ പറ്റൂലല്ലോ. ഇപ്പൊ ബീച്ച് കാണും, പേൾ സിറ്റി ബീച്ച്. കണ്ടാ, പേൾ സിറ്റി ബീച്ചാണ് ഇത്, ബീച്ച്. നമ്മൾ തൂത്തുക്കുടിയിലെത്തി ഗെയ്സ്. ഇപ്പോൾ മണി 9:15. ഗെയ്സ് കാണിച്ചു ഞങ്ങൾ പോണ പാതയോരം ഇത്രയും കഷ്ടപ്പെട്ട് മധ്യത്ത് കാണിച്ചു. ഇവിടെ കൂടെ കാണിരടി, ഇത്രയും ഈ ബൈക്കുകളുടെ ഇടയിൽ കൂടെയാണ് ഗെയ്സ് ഞങ്ങൾ പോകുന്നത്. ഒരു കാർ കിടക്കുന്ന വെച്ചുകൊണ്ട് അവരിപ്പോ കാർ കൊണ്ടിട്ട് അവിടെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കാറിടാൻ നമ്മൾ എന്ത് ചെയ്യണം. ഞങ്ങൾ തൂത്തുക്കുടിയിൽ എത്തിക്കഴിഞ്ഞു കേട്ടോ. അപ്പം ഞങ്ങളൊരു 8:30 മണിക്ക് എത്തേണ്ടതായിരുന്നു. ഞങ്ങൾക്ക് പെട്രോൾ പമ്പിൽ ഒരു അബദ്ധം പറ്റി. ഞങ്ങൾ സാധാരണ കാർഡ് കൊടുത്താണ് കേട്ടോ പെട്രോൾ അടിക്കുന്നത്. അപ്പം ഒരു പ്രാവശ്യം അത് ഫെയിൽഡ് കാണിച്ചു. പക്ഷേ ഞങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്തപ്പോഴത്തേക്കും 2 പ്രാവശ്യവും പൈസ പോയി. അപ്പം അതിൻ്റെ കുറച്ച് കാര്യങ്ങൾക്കായിട്ട് ഞങ്ങൾ പെട്രോൾ പമ്പിൽ ഒരു അരമണിക്കൂറോളം ഞങ്ങൾ സ്പെൻഡ് ചെയ്തു. അപ്പം അതാണ് ഞങ്ങൾക്ക് ഇവിടെ വരാൻ താമസിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം വെള്ളമാണ് കേട്ടോ. ഞങ്ങൾ ഹനയ്ക്ക് വേണ്ടി തൂത്തുക്കുടിയിലേക്ക് വെള്ളം കൊണ്ടുവരും കേട്ടോ. ഹനയ്ക്ക് ഇവിടുത്തെ തൂത്തുക്കുടിയിലെ വെള്ളം അത്ര ശരിയാവത്തില്ല, സെറ്റ് ആവത്തില്ല കേട്ടോ. അപ്പം അതിനായിട്ട് ഞങ്ങൾ വീട്ടിൽ നിന്നാണ് വെള്ളം ഹനയ്ക്ക് എല്ലാ പ്രാവശ്യവും കൊണ്ടുവരുന്നത്. ഒരുപാട് ഇതുപോലത്തെ കണ്ടെയ്നറുകളിലും കുപ്പികളിലും ഒക്കെ ഒരുപാട് വെള്ളം കൊണ്ടുവന്ന് സൂക്ഷിച്ച് വെച്ച് അത് തിളപ്പിച്ച് ആറ്റിയാണ് കേട്ടോ ഹനയ്ക്ക് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഹനയ്ക്ക് വയറിനൊക്കെ കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് കേട്ടോ.
പിന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചു, എല്ലാവരും ഒരുങ്ങി. അങ്ങനെ എല്ലാവരും കൂടെ ഇനിയിപ്പം ഡ്രസ്സ് എടുക്കാനായിട്ടാണ് പോകുന്നത്. അപ്പം ഞങ്ങൾ ചിന്നതുരൈ എന്ന് പറയുന്ന ആ ഒരു കടയിലേക്കാണ് കേട്ടോ പോകുന്നത്. അത്യാവശ്യം നമുക്ക് നമ്മുടെ ബജറ്റിന് ഒത്ത ഒരു കടയാണ് കേട്ടോ. എല്ലാ ടൈപ്പിലുള്ള സാരികളും അവിടെ കിട്ടും കേട്ടോ. അതൊരു വൻ കഥയടി നിര. ഇവര് ഷെയർ ഓട്ടോയില് വന്നിറങ്ങിയപ്പോ അന്നു ഉറങ്ങി. എനിക്ക് സിന്ധു ആന്റിയുടെ അമ്മയുടെ തോളി കിടക്കുക അതുപോലെ. അപ്പൊ അമ്മ എടുത്തായതുകൊണ്ട് കരഞ്ഞിറങ്ങിയ ആ ഒരു ഇതില് അങ്ങനെ ഞാൻ എടുത്ത് ചെന്നൈ സിക്സിൽ കയറുന്നിടത്തൊരു വലിയ സോഫയൊക്കെ ഉണ്ട്, അവിടെ പോയി ഇരുന്നു. അപ്പൊ ഞങ്ങളുടെ മനസ്സിലാണ് കേട്ടാ, അപ്പൊ ഞാൻ ഒന്ന് വെച്ചാൽ കൊച്ചങ്ങ് ഉറങ്ങും, അപ്പൊ നമുക്ക് പോയി നോക്കാം. എല്ലാവർക്കും സെറ്റ് ചെയ്ത് സിന്ധു ആന്റി വെച്ചോണ്ട് ആ സോഫയിൽ ഇരിക്കും. പിന്നെ ഞാൻ അമ്മയുടെ അടുത്ത് പറയുമ്പോ ഇവിടെ ഉറങ്ങിയിരിക്കുകയാണ്. അമ്മയെടുത്ത് പറഞ്ഞേ അമ്മ താഴത്തെ നിലവിലെ സാരിയൊക്കെ ഒന്ന് പോയി നടന്ന് നോക്കുക, അപ്പോഴത്തേക്ക് ഇവിടെ ഒന്നും കൂടെ ഉറങ്ങുമ്പോ ഞാൻ ഇവിടെ കിടത്തിയിട്ട് വരാം കേട്ടാ. ഞാൻ പോയി നോക്കാം. അങ്ങനെ അന്നുവിൻ്റെ ധീരമായ കഥകളെല്ലാം കേട്ട് കേട്ട് ഞങ്ങൾ ദാണ്ട് ചിന്നതുരൈ എന്നുള്ള ആ ഒരു കടയിലേക്ക് വരികയാണ്. അപ്പോൾ ഞങ്ങൾ കാറ് ദൂരെ കൊണ്ടുപോയാണ് കേട്ടോ പാർക്ക് ചെയ്തത്. എന്നിട്ടാണ് ഞങ്ങൾ കടയിലേക്ക് പോയത്. അപ്പം അന്നൊരു ഭയങ്കര തിരക്കുള്ളൊരു ദിവസമായിരുന്നു കേട്ടോ. ഈ ഒരു ഈസ്റ്ററുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് നല്ല തിരക്കും ഓഫറും ഒക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ആ ഓഫറിൻ്റെ താഴത്തെ നിലയിലാണ് കേട്ടോ ഓഫറുള്ളത്. മുകളിലത്തെ നിലകളിലേക്കൊന്നും ഓഫറില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് താഴത്തെ നിലയിൽ നല്ല തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ സാരികളെല്ലാം 50% ഓഫറിലാണ് കേട്ടോ കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനത്തെ കുറേ സാരികളൊക്കെ കണ്ടു. 1-2 പേര് സാരികളൊക്കെ എടുത്തു. എന്നിട്ട് പിന്നീട് ഞങ്ങൾ മുകളിൽ പോയി കേട്ടോ സാരി എടുക്കാനായിട്ട്. അങ്ങനെ പിന്നീട് നിരഞ്ജനയ്ക്ക് എടുക്കാനുള്ള സാരിയുടെ ആ ഒരു സെക്ഷനിലേക്ക് മുകളിലേക്ക് പോയി. അപ്പം ഇതൊക്കെ വളരെ വില കുറഞ്ഞിട്ടുള്ള ഒരു 3000-4000 റേഞ്ചിനകത്തുള്ള സാരികളാണ് കേട്ടോ. 2000 തൊട്ടേ ഇവിടെ പട്ടുസാരികളുണ്ട്, നല്ല പട്ടുസാരികൾ കേട്ടോ. അപ്പം ഞങ്ങൾ നോക്കി, ഞങ്ങൾ അതിനകത്തു നിന്നൊരു സാരി എടുത്തു കേട്ടോ. അത് നമ്മുടെ കല്യാണമായിട്ട് ബന്ധപ്പെട്ട് ഉടുക്കാനുള്ള സാരി ആയതുകൊണ്ട് ഇപ്പോൾ ഞാനത് കാണിക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് ഇതിനകത്ത് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട സാരികളുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ, ഏതായിരിക്കും ഞങ്ങൾ മേടിച്ചിട്ടുള്ളതെന്ന് കേട്ടോ. അങ്ങനെ സാരി എടുത്ത് ഞങ്ങൾ വീട്ടിലേക്ക് പോയി കേട്ടോ. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഓക്കെ.